ഹലോ, അസ്സലാമലൈക്കും. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഫ്രൂട്ട്സ് വളർത്തുന്നതിൻ്റെ ആ ഒരു രീതി കണ്ടെടുത്തതാണ്. ഒരു വീടിൻ്റെ മുകൾ ഭാഗം മൊത്തവും, അതായത് ആ പുരയിടത്തിൻ്റെ ഫ്രണ്ടും സൈഡും ബാക്കും ഫുള്ളും വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരുപാട് തരം ഫ്രൂട്ട്സാണ്. അബിയു, മട്ടോവ ഫ്രൂട്ട്, റോളിന ഫ്രൂട്ട് എന്ന് വേണ്ട റംബൂട്ടാൻ, പിന്നെ മരമുന്തിരി, അങ്ങനെ പലതരം നമ്മുടെ പലതരത്തിലുള്ള മാങ്ങകൾ, പിന്നെ എന്ന് വേണ്ട പേരറിഞ്ഞുകൂടാത്ത ഒരുപാട് ഫ്രൂട്ട്സ് വീടിൻ്റെ മുകൾ ഭാഗത്ത് പന്തലിട്ടി, മുന്തിരി, അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ട് ആ കോമ്പൗണ്ട് ഫുള്ളും ഏക്കർ കണക്കിന് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ അത് കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. ഇത് അവരുടെ ഒരു ഔട്ട് ഹൗസാണ്. ഔട്ട് ഹൗസിന് ചുറ്റും ഉണ്ട് ഇത്. പിന്നെ ഈ ഫ്രൂട്ട്സ്, പിന്നെ അവർ താമസിക്കുന്ന വീടിന് ചുറ്റുമുണ്ട്. അതായത് ഫ്രൂട്ട്സിൻ്റെ ഒരു കലവറ തന്നെ. നമുക്ക് കുറച്ച് തൈകളൊക്കെ തന്നു കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്, ഇൻഷാ അല്ലാ. അങ്ങനെ ഇത് കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് കൊല്ലം ജില്ലയിൽ കോട്ടക്കലാണ്. അഞ്ചൽ, ആയൂർ, അങ്ങനെ ആ വഴിയാണ് കോട്ടക്കൽ എന്ന് പറയും. ഒരു റിലേറ്റീവിൻ്റെ വീടാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കി നമുക്ക് വീടിനകത്ത് കയറാൻ തോന്നില്ല, അത്രയ്ക്കും ഭംഗിയാണ്. ഫ്രൂട്ട്സുകൾ പിടിച്ച് നിൽക്കുന്നതും പിന്നെ നമുക്ക് ഫ്രഷായിട്ട് പറിച്ച് കഴിക്കാം, അത്ര നല്ല ഇനം. പിന്നെ ജാമ്പയ്ക്ക തന്നെ, പലതരത്തിലുള്ള ജാമ്പയ്ക്ക, പേരയ്ക്ക എല്ലാം വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട്. അതിലെടുത്ത് പറയുന്നത് അബിയും റോളിന ഫ്രൂട്ട്സും മട്ടോവ എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ തന്നെ ആദ്യമായിട്ടൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ ചെറുതെല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം പഴുത്ത് കഴിഞ്ഞെല്ലാം എടുത്ത് ഇനി അടുത്തത് പിടിച്ച് വരുന്നതേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സുകൾ പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഇഷ്ടം പോലെ 3 തരത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ അങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സുകളുടെ ഒരു ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒരു വീടിൻ്റെ ഒരു കോമ്പൗണ്ടിൽ ഇതുപോലെ വീടിൻ്റെ മുകൾ ഭാഗവും പുറത്തും ഇത്രയും നല്ല കെയർ ചെയ്ത് നല്ല രീതിയിൽ ഇതുപോലെ നല്ല ശുദ്ധവായുള്ള ഒരു സ്ഥലം വേറെയില്ല. അത്രയ്ക്കും നല്ല പച്ചപ്പോട് കൂടി ഒരു പിന്നെ പരിസരം അതിന് ചുറ്റും ഒരു വൃത്തികേടുകളോ ഒന്നുമില്ലാതെ നല്ല നീറ്റാക്കിയിട്ട് ഇതുപോലെ ചെയ്തിട്ടേക്കണ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ എടുത്തതാണ്. അടിപൊളി ഒരു സ്ഥലമാണ്. കണ്ടാൽ തിരിച്ചു വരാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല ഒരു പ്രകൃതി ഭംഗിയും നല്ല ഒരു ക്ലൈമറ്റും എല്ലാം കൊണ്ടും അടിപൊളിയാണ് സംഭവം. ഇൻഷാ അല്ലാ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.